കൊല്ലമായി പഞ്ചസാര. 8 കൊല്ലം മുമ്പേ അറ്റാക്ക് വന്നത്. അതിൻ്റെ എല്ലാം ഗുളിക കഴിക്കുന്ന അവസ്ഥയായിരിക്കും എന്ന് വിചാരിക്കുക. ഈ ബിസ്തുല എന്ന് പറയുന്ന ഇത് ഓപ്പറേഷൻ ചെയ്തവർ റെഡിയാക്കൂലേ, അത് ചുരുങ്ങിപ്പോവുക, ഫ്ലോ കുറഞ്ഞിട്ട് അങ്ങനെ 2 കൈമേലും ചെയ്ത് അതെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ലാസ്റ്റിൽ ഇത് ചെയ്ത് പിന്നെ 6 മാസമാണെന്ന് ഡോക്ടർ പറഞ്ഞ് ചെയ്യുന്ന കാര്യം. അപ്പം 10 മാസമായി. ഡയാലിസിന് ആൾക്കാർ സ്ഥലമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇത് നഷ്ടപ്പെട്ടാൽ ഡയാലിസ് ചെയ്യാനാവില്ല എന്നാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഉള്ളത്, എൻ്റെ കുറഞ്ഞ ആൾക്കാരെ ഇവിടെ ഉള്ളതുണ്ട്. നമ്മൾക്ക് ഇപ്പം തോന്നുന്നതന്നെ ഇതൊരു നിത്യമായിട്ടുള്ളൊരു ജോലി പോലെയാണ്. കാരണം അച്ഛക്ക് 3 ദിവസം ഇവിടെ വരണം, ഇവിടെ അവരെല്ലാം കണ്ട് പോവുക. കുറച്ച് പൈസ ആയിട്ടൊന്നും ഉണ്ടാക്കണം. ആ പൈസ ഉണ്ടാക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ജോലിയാണ്. വേറെ ഒന്നുമില്ലല്ലോ, വേറെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. പൈസ ഉണ്ടാക്കാൻ വഴിയില്ലെങ്കിൽ അടയാൻ കിടന്ന് മരിക്കാം, അത്ര തന്നെ. ഇത് ചെയ്യാതെ നിൽക്കാനാവൂലല്ലോ. നമ്മുടെ ശാരീരിക ക്ഷമതയിലും ആരോഗ്യ സംരക്ഷണത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് വൃക്കയുടെ പ്രവർത്തനം. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം വലുതാണ്. രോഗിയുടെ കുടുംബത്തിനേൽക്കേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യതയാവട്ടെ മിക്കപ്പോഴും താങ്ങാനാവാത്തത്ര ഭയാനകവുമാണ്. ₹12,000 വീതം ഗുളിക വേണം ഒരു മാസത്തെ. അങ്ങനെ പോയതിന് ശേഷം പിന്നെ ഇവിടെ രാത്രി 12 മണിക്ക് രക്തം ഛർദ്ദിച്ച് ഞങ്ങൾ ആശുപത്രി മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി അന്നേരം തന്നെ IC കയറ്റി. തുടയിൽ ഡയാലിസിസ് തുടങ്ങി. പിന്നെ കഴുത്തിലിട്ട് 1 മാസം കഴിഞ്ഞതിന് ശേഷം അവിടെ 19 ദിവസം IC തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ICന്ന് പുറത്തിറക്കി. 20ാമത്തെ ദിവസം ഇറക്കിയ ഉടനെ 4 ഡയാലിസിസോടും കഴിഞ്ഞ പാടെ അവിടെ നിന്ന് പുറത്താക്കി. പിന്നെ അവിടെ ചെയ്യണമെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ വേണം. ഓപ്പറേഷത്തിന് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. റൂം എടുത്ത് വയ്ക്കാനും ഞങ്ങൾ ജനസഹായം കൊണ്ട് ഓരോരുത്തരുടെ മനസാക്ഷി കൊണ്ട് അതിൻ്റെ മോളെ ചികിത്സ ഇവിടെ വരെ എത്തി. 1 മാസത്തിന് ഞങ്ങൾ പല സ്ഥലത്തും ചെയ്തു. എല്ലാ സ്ഥലത്തും 1200 രൂപ ഡയാലിസിന് വേണം, 500 രൂപയുടെ 2 ഇഞ്ചക്ഷൻ വീതം വേണം, 1750 രൂപയുടെ 1 ഇഞ്ചക്ഷൻ വേണം. അങ്ങനെയെല്ലാം കൂടെ ഇവളുടെ ആരോഗ്യസ്ഥിതിയും മോശമായി, രക്തമെല്ലാം കുറവുണ്ട്. അങ്ങനെയെല്ലാം കൊടുത്ത് 25,000 രൂപയിൽ കുറയാതെ വേണം ഒരു മാസം. അങ്ങനെ ഒരു നിവൃത്തിയില്ല. ഞാൻ കണ്ണി കണ്ട പള്ളികളിലും അങ്ങും പോയി പിരിപ്പിച്ച് എൻ്റെ മോഡൽ ചികിത്സ ഇവിടെ വരെ എത്തിച്ച്. എൻ്റെ മോക്ക് 2 മക്കളുണ്ട്, ഭർത്താവില്ല, ഉപ്പയുമില്ല. 3.5 വയസ്സിൽ എനിക്ക് ഷുഗർ ഉണ്ട്. അത് കാരണമാണ് വന്നത്. അപ്പോൾ ഇത് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് തുടങ്ങിയതോടുകൂടി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ചെറുതായി മങ്ങി. ഒരു കണ്ണിൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പോകുമായിരുന്നു. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയതോടുകൂടി ഞാൻ നിർത്തി. പിന്നെ കാഴ്ച അന്നേരം വീണ്ടും പോയിരുന്നു സെക്കൻഡ് ഇയറിന്. അപ്പം വീണ്ടും കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. അപ്പോൾ നിർത്തി. സൈഡിൽ നിന്ന് കാണുന്നു. വെന്റിലേറ്ററിൽ കിടന്നേരം അതും പോയി. സീരിയസ് ആയിരുന്നു. ഒരാഴ്ച വെന്റിലേറ്ററിൽ കിടന്നത്. ഒരുപാട് വിഷമിച്ചിട്ട് ഓളെന്ന് വെച്ചാൽ വെറും ഇവിടെ വന്ന് കൂടുതലാണ്. ഒന്ന് എല്ലാവരോടും വർത്താനം പറയും, ശരിയും വർത്താനം തന്നെ. സാമ്പത്തികം എന്ന് വെച്ചാൽ ഉപ്പ കൂലിപ്പണിയാണ്. പിന്നെ 2 ഇവളാ മൂത്തത്. പിന്നെ ഒരു മോൻ പഠിക്കുന്നതാണ്. പിന്നെ ഇവളെ ഇളയതാണ് ഒരു പെണ്ണ്. പിന്നെ സാമ്പത്തികമൊന്നുമില്ല. വൃക്കരോഗങ്ങളുടെ ചികിത്സയ്ക്ക് നിരന്തരമായ ഡയാലിസിസ് ആവശ്യമാണ്. സാധാരണക്കാരായ രോഗികളുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്നത്ര ഭീമമാണ് ചികിത്സാ ചെലവുകൾ. കോഴിക്കോട് ജില്ലയിൽ മാത്രം സ്ഥിരമായി ഡയാലിസിസിന് വിധേയരാകുന്ന 1000-ഓളം വൃക്കരോഗികളുണ്ട്. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വീണുപോകുന്ന ഈ സാധാരണ മനുഷ്യർക്ക് സാമ്പത്തികം തന്നെയാണ് മിക്കപ്പോഴും പ്രശ്നം. നിരന്തര ഡയാലിസിസ് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതോടെ ബഹുഭൂരിപക്ഷവും മറ്റു നിർവാഹമില്ലാതെ കിടപ്പാടം വിൽക്കേണ്ടി വരുന്നു. വലിയ കടബാധ്യതകളിലേക്ക് കൂപ്പുകുത്തിയ കുടുംബങ്ങൾ നിരവധിയാണ്. ഓരോ ദിവസം ചെയ്യാനുള്ള പൈസ ഇല്ല. വിഷമത്തിലാണ് ഇപ്പോൾ.
എന്തെങ്കിലും എവിടെന്നെങ്കിലും സഹായം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആൺകുട്ടികളില്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇളയ മോളെ കെട്ടിച്ച കടം തന്നെ ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ നാട്ടുകാർ കൂട്ടക്കാരും എല്ലാം എന്തെങ്കിലും തരും. അങ്ങനെ കഴിയില്ല ഇതുവരെ. ഭയങ്കര ദശ. പിന്നെന്ന് പറഞ്ഞാൽ ഒരാളോട് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ആരെങ്കിലും എപ്പോഴും ആരും തരുമല്ലോ. ഇപ്പം 3 കൊല്ലമായി 3 ചെയ്ത് വരുന്നു. മാസം 12 ഡയാലിസിസ്. എങ്ങനെയാലും മാസമൊക്കെ എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുളിക വേണം, ഇഞ്ചക്ഷൻ വേണം. എല്ലാം കൂടി 18,000 റുപ്യ ഒരു മാസം നമുക്ക് ചിലവ് വരുന്നുണ്ട്. കുറേ വൈകിട്ടാണ് പിന്നെ ഈ 2 കിഡ്നി ഫെയിലിയർ ആയെന്നുള്ളത് അറിയുന്നത്. കഴിഞ്ഞപ്പോൾ വളരെ ടയേർഡായിപ്പോയി. പിന്നെ ഒരുപാട് ICUലൊക്കെ കിടന്നു. പറഞ്ഞ് പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ വേണം, ഇല്ലെങ്കിൽ 3 ഡയാലിസിസ് ചെയ്യണം, കണ്ടിന്യൂ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ ഫിസ്റ്റിലായിട്ട് ഡയാലിസിസ് തുടങ്ങി ഫസ്റ്റിലൊക്കെ കുറേ മിംസിനും മിക്കറയിലൊക്കെ വളരെ ICUലൊക്കെ കിടന്ന് ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ശരിക്കും ഈ ആഴ്ചയ്ക്ക് 3 ഡയാലിസിസ് കിട്ടുന്നതിൻ്റെ പേരിൽ പഴയതിനേക്കാൾ ആരോഗ്യം തിരിച്ചു കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ നാട്ടുകാർ തരുന്നിടത്തിലുള്ള ഇവിടെ വരും. ഇന്നത്തെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കലക്ടർ ചീഫ് കോർഡിനേറ്ററുമായി പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ പദ്ധതിയാണ് സ്നേഹസ്പർശം. 4 ഘട്ടങ്ങളിലായി നടപ്പിൽ വരുത്തുന്ന ബൃഹത് പദ്ധതിയാണ് സ്നേഹസ്പർശം. ആദ്യഘട്ടത്തിൽ വൃക്കരോഗികൾക്ക് ഒരു ഡയാലിസിസിന് 250 രൂപ വീതം തുടർച്ചയായി നൽകി വരികയാണ് ചെയ്യുന്നത്. ഇതിൽ 8 ഡയാലിസിസിനുള്ള 2000 രൂപ മാത്രമേ സ്നേഹസ്പർശത്തിന് ഇപ്പോൾ ഓരോ മാസവും നൽകാനാകുന്നുള്ളൂ. വർഷത്തിൽ 24,000 രൂപ നൽകി വരുന്നത് ഭാവിയിൽ 36,000 രൂപയാക്കി മാറ്റാമെന്നും അങ്ങനെ ഒരു രോഗിയുടെ 12 പ്രതിമാസ ഡയാലിസിസും നടത്തിക്കൊടുക്കാമെന്നും സ്നേഹസ്പർശം ആശിക്കുന്നു. സ്വകാര്യ ആശുപത്രികളിൽ ഡയാലിസിസിനു വരുന്ന യഥാർത്ഥ ചെലവിൻ്റെ 1/5 മാത്രമേ ഇതാകുന്നുള്ളൂ. ഇങ്ങനെ 600 രോഗികൾക്കാണ് സ്നേഹസ്പർശം 1-ാം ഘട്ടത്തിൽ തുണയേകി വരുന്നത്. നിർധനരായ രോഗികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും വേദനകൾ അകറ്റുകയാണ് ഈ മഹത് പദ്ധതി ചെയ്യുന്നത്. മുന്നിൽ പ്രതീക്ഷയുടെ വാതിലുകൾ അടഞ്ഞുപോയ അവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയും സ്വപ്നങ്ങളും തിരിച്ചുകൊണ്ടുവരുന്നു ഈ കൂട്ടായ്മ. നവംബർ 19 ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ഡയാലിസിസ് സെന്റർ കോഴിക്കോട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അനേകം സുമനസ്സുകളുടെ പ്രയത്ന സാഫല്യം. വിദ്യാർത്ഥി ബഹുജന കൂട്ടായ്മയുടെ സ്നേഹസ്പർശമേറ്റ അനേകം വൃക്കരോഗികളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങളുണ്ടായി എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. ചികിത്സാ ചെലവിൽ വന്ന ആശ്വാസം ഒട്ടേറെ പേർക്ക് വലിയ സഹായവും പ്രതീക്ഷയുമേകുന്നു. എട്ട് വർഷമായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്യുകയാണ്. മാസത്തിൽ 12 ഡയാലിസിസ്, ആഴ്ചയിൽ 3 ഡയാലിസിസ്. അത് ചെയ്തു വരാൻ വളരെ വിഷമമായിരുന്നു. സ്നേഹസ്പർശത്തിൻ്റെ മാസത്തിൽ 1-ാം തീയതി തൊട്ട് 8 ഡയാലിസിനുള്ള 8 ഡയാലിസിസ് അല്ല 2,000 രൂപ. അപ്പോൾ അതിൽ ഒരു ഡയാലിസിന് 250 രൂപ കഴിച്ചിട്ട് ബാക്കി നമ്മൾ 150 റുപ്യ കൊടുക്കണം. പിന്നെ 8 ഡയാലിസിസ് കഴിഞ്ഞാൽ 430 റുപ്യ വെച്ച് പിന്നെയും കൊടുക്കണം. അപ്പോൾ ഈ സ്നേഹസ്പർശത്തിന് കിട്ടുന്ന വളരെ ഒരു അനുഗ്രഹമാണ്. സ്റ്റോണിൻ്റെ അസുഖം മൂലമാണ്
കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അത് കിഡ്നിനെ ബാധിച്ച് അങ്ങനെ പോയി അസുഖം തുടങ്ങി. ഞാൻ കാല് നടക്കാൻ പറ്റണില്ല, വീൽ ചെയറിൽ തന്നെയാണ്. സുഖമായിട്ട് തുടക്കത്തിലൊന്നും ഈ കാലിൻ്റെ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് നടക്കും. യാത്ര ഭർത്താവിൻ്റെ കൂടെ സ്കൂട്ടർമേലൊക്കെ യാത്ര ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനൊന്നും പറ്റില്ല. സ്നേഹസ്പർശം ഇതിൻ്റെ ഇത് കിട്ടിയതുകൊണ്ട്, ഈ 2000 രൂപയും കിട്ടിയതുകൊണ്ട് അത്രയും ആശ്വാസമുണ്ട്. സ്നേഹസ്പർശത്തിൻ്റെ ഒരു പൈസ കിട്ടിത്തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തിലധികമായി. അത് 250 രൂപ വെച്ച് ഇവിടെ ഇക്കറയിലെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ വറ്റാത്ത നീരുറവകളാണ് ഈ അവശജീവിതങ്ങളെ പിന്നെയും പച്ച പിടിപ്പിക്കുന്നത്. മലബാറിൻ്റെ ജീവകാരുണ്യ പാരമ്പര്യത്തിലേക്ക് മഹിതമായ പുതിയൊരധ്യായം എഴുതി ചേർക്കുകയാണ് സ്നേഹസ്പർശം പദ്ധതി. ഞാൻ 4 കൊല്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കര ആശുപത്രിയിൽ. എനിക്ക് 15 രൂപ വരെ മാസത്തിൽ വേണ്ടി വരും. അപ്പോൾ സ്നേഹസ്പർശത്തിന് കിട്ടിയതിന് ശേഷം വളരെ ആശ്വാസമുണ്ട്. അത് കുറച്ചുകൂടി കൂടുതലായി കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. സ്നേഹസ്പർശത്തിന് ഇപ്പോൾ 8 ഡയാലിസിനുള്ള 2000 രൂപ കിട്ടുന്നുണ്ട്. അത് ഒരു 12 ആക്കിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സ്നേഹസ്പർശം പദ്ധതി കോഴിക്കോട് ജില്ലയിൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പാക്കി വരുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ നിർധനരായിട്ടുള്ള 600 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് ഒരു ഡയാലിസിസിന് 250 രൂപ വീതം 8 ഡയാലിസിസിന് ഒരു മാസം 2000 രൂപ വീതം ഇപ്പോൾ കൊടുത്തു വരികയാണ്. ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 12 ഡയാലിസിസിന് കൊടുക്കാനാണ്. ഒരു രോഗിക്ക് ഒരു മാസം വേണ്ടി വരുന്നത് 12 ഡയാലിസിസ്. അപ്പോൾ 12 ഡയാലിസിസിനും 250 രൂപ വെച്ച് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അസുഖം വരുന്നതിന് തൊട്ട് ചെറിയൊരു കച്ചവടമായിട്ടുണ്ടായിരുന്നു. ആ കച്ചവടമായിട്ട് ഇങ്ങനെ പോയതായിരുന്നു. പിന്നെ കച്ചവടമൊക്കെ നിർത്തിക്കളഞ്ഞ. ഇങ്ങനെ സൂക്കേട് വന്നവരെ ഇപ്പം വലിയ ബുദ്ധിമുട്ടിലാണ്. തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റുന്നില്ല. ആദ്യം 3 എണ്ണം, ഇപ്പോൾ 4 എണ്ണം ആക്കി ഡയാലിസിസ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലാണ്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു മോനെയും കൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. പിന്നെ കുറച്ച് ഇത് കിട്ടുന്നത് കൊണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഇത് കിട്ടുന്നത് കൊണ്ട് കുറച്ചൊരു സമാധാനം. കോഴിക്കോട് ജില്ലയിലുള്ള കിഡ്നി രോഗികൾക്ക് 600ഓളം രോഗികൾക്ക് മാസം 2000 രൂപ വെച്ച് കൊടുക്കുവാൻ വേണ്ടി ഈ കമ്മിറ്റിയിൽ കൂടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര ധനവാനായാലും ദരിദ്രനായിട്ട് മാറുന്ന രീതിയിലേക്കാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാലുണ്ടാവുക. മാസം 2000 എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു വലിയ ഒരു സംഖ്യയായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓരോ ആശുപത്രിയിലും ഇതിന് വ്യത്യസ്ത റേറ്റുകളാണ്. വാപ്പ മരിച്ചായി. വാപ്പാനെ കൂടുതൽ വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു. വന്നതിന് ശേഷം അതൊക്കെ പോയി. പിന്നെ കണ്ണ് കാഴ്ചയില്ല, മക്കളില്ല. മക്കൾ രണ്ടാണ്ടായിട്ട് മരിച്ചുപോയി. ഒന്ന് പ്രസവത്തിൽ മരിച്ചു, ഒന്ന് 4 വയസ്സന്നെ മരിച്ചു. പിന്നെ 5 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൽ ഒരു വീടുമുണ്ട്. അപ്പോൾ സ്നേഹസ്പർശത്തിൻ്റെ പൈസ കുറച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഓട്ടോന് പൈസ കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഇപ്പം ഇതിനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്നിപ്പം ഞാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് പിന്നെ അടുത്ത ഘട്ടത്തിൽ നിന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കൊരു അതിനും ഏതായാലും മരണപ്പെടുന്നുള്ള കാര്യം ഉറപ്പുണ്ടല്ലോ. ഞങ്ങളൊന്നും പ്രശ്നമില്ല. ഇത്ര കാലം അമ്മ സുഖമായി കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് പറയാം. ഇപ്പം അടുത്ത ദിവസം ഒരു ഷമി എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ട്, ഇന്നേക്കാളും ചെറിയ ആളാണ്. ഒരു കുട്ടി, ഒരു 8 വയസ്സായ ഒരു കുട്ടിയാണ്. ഇതൊക്കെ വിചാരിക്കുമ്പം എനിക്ക് മാനസികമായിട്ട്
സുഖമല്ല തോന്നുന്നത്. ആദ്യം ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു 1-2 വർഷം ഉണ്ടാവുകയായിരിക്കുന്നുള്ളത്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് അത് ജീവിതകാല അവസാനം വരെയുള്ളൊരു ഡയാലിസിൻ്റെ ഒരു ലൈനാണെന്നുള്ളത്. സ്നേഹസ്പർശത്തിൻ്റെ കാശ് കിട്ടുന്ന കാരണം നമുക്ക് മാസത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലുകാർ തന്നെ 430 രൂപയാക്കി തന്നിരുന്നു. അതിപ്പോൾ സ്നേഹസ്പർശത്തിൻ്റെ കിട്ടാൻ തുടങ്ങിയപ്പോൾ 250 വേറെയും കിട്ടുന്നുണ്ട്. അതിനുകൊണ്ട് നമുക്കൊരു 200 രൂപേൻ്റെ എക്സ്പെൻസേ വരുന്നുള്ളൂ. രണ്ടാം ഘട്ടമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 1 വർഷം കൊണ്ട് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കിഡ്നി രോഗ നിർണയത്തിന് വിധേയരാക്കുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഒരു വാഹനം ഇപ്പോൾ സജ്ജമായി വരികയാണ്. അപ്പോൾ ആ വാഹനങ്ങൾ സ്കൂളുകളിലും അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകളിലുമൊക്കെ പോയി കുട്ടികളെയും അതുപോലെ ഈ ഇവിടെയുള്ള നഗരത്തിലെ മറ്റ് പൊതുജനങ്ങളെയും എല്ലാം തന്നെ കിഡ്നി രോഗ നിർണയ പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ 3-ാം ഘട്ടമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിന് ഉള്ള സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ 100-ലധികം കുട്ടികൾ ഇപ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസിന് വിധേയരാവുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ നമ്മൾ 3-ാം ഘട്ടത്തിൽ നമ്മുടെ ഒരു ധനസഹായത്തിൻ്റെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 4-ാമത്തെ കാര്യം നമുക്ക് ജീവൽദാന പദ്ധതിയാണ്. ഇതിൽ കൂടെ വലിയ താല്പര്യത്തോടു കൂടെ ജനങ്ങളിപ്പോൾ അവയവദാനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രെയിൻ ഡെത്ത് എല്ലാം തന്നെ വന്ന് ആക്സിഡൻ്റ് എല്ലാം തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്ക് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 മെഷീനുകളുള്ളൊരു സെൻറ്റർ ആരംഭിക്കാനായിട്ട് സ്നേഹസ്പർശത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഹുസൈൻ, പിന്നെ ശ്രീ PK അഹമ്മദ്, ഒരു മെഷീൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സംഭാവന ചെയ്തു. ഒരു മെഷീൻ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു NRI ശ്രീ മൻസൂർ അദ്ദേഹം സംഭാവന ചെയ്തു. അങ്ങനെ 10 മെഷീൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ 75 രോഗികൾക്ക് ഈ പുതിയ യൂണിറ്റിലൂടെ നമുക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ 3-4 പാർട്ടായിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഈ രീതിയിലുള്ള ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം തന്നെ ചെയ്യേണ്ടുന്ന ദൗത്യം. ആ ദൗത്യം നമ്മൾ ഒന്നിച്ച് നിറവേറ്റാം. നമുക്ക് ഒന്നിച്ച് കൈകോർത്താൽ ഇവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് കഴിയും, ഇവരെ സഹായിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയും. ഇതിൻ്റെ ഫണ്ട് മുഴുവനും തന്നെ ഇതിന് വേണ്ടി വരുന്ന ചിലവ് മുഴുവനും നമുക്ക് സംഭാവനയായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിലേറ്റവും ഞങ്ങളെ സഹായിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളാണ്. അവരുടെ ഒരു ചോക്ലേറ്റ് വാങ്ങാനുള്ള പൈസ മാറ്റിവെച്ച് ആ പൈസ സ്നേഹസ്പർശത്തിന് സംഭാവനയായിട്ട് തരികയായിരുന്നു. അങ്ങനെ തന്നെ 36 ലക്ഷം രൂപ കുട്ടികളുടെ ഭാഗത്തുനിന്ന് കിട്ടി. ആദ്യം സത്യത്തിൽ ഈ നമ്മുടെ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഭാവനയായിട്ട് കിട്ടിയ 36 ലക്ഷം രൂപ കൊണ്ടാണ് ശരിക്കും നമ്മൾ കോഴിക്കോട് നമ്മൾ ഈ സ്നേഹസ്പർശം എന്ന ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്, അതിന് തുടക്കം കുറിച്ചത്. ആരാധനാലയത്തിൽ നിന്നും നമുക്ക് നന്നായിട്ട് സംഭാവന വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ വിദ്യാർത്ഥികൾ പിരിച്ചു തന്നതുപോലെ തന്നെ ആരാധനാലയത്തിൽ പോയപ്പോൾ ആദ്യം നമുക്ക് പള്ളികളിൽ നിന്നും 20 ലക്ഷത്തോളം നമുക്ക് പള്ളികളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടായിരുന്നു പള്ളിയിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ വ്യവസായികളെ സമീപിച്ചു. അവർ എല്ലാവരും കൂടി 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് സംഭാവനയായിട്ട് തന്നു. സാമൂതിരി രാജാവ് കൈനീട്ടമായിട്ടാണ് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവന നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്നും നമുക്ക് ഫണ്ട് ലഭിച്ചു. അങ്ങനെയെല്ലാം തന്നെ 25 ലക്ഷത്തോളം നമുക്ക് ആ വിഭാഗത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വിദ്യാർത്ഥികളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ റോഡ് ഷോ നടത്തി
25 ലക്ഷം രൂപ. അവർ സ്നേഹസ്പർശത്തിൻ്റെ പ്ലക്കാർഡുകളുമായിട്ട് അവർ തെരുവിലിറങ്ങി അവർ പിരിവ് നടത്തി കുട്ടികൾ. അങ്ങനെ 25 ലക്ഷം രൂപ കുട്ടികൾ ഞങ്ങൾക്ക് പിരിച്ചു. ആദ്യം 36 ലക്ഷം രൂപ കുട്ടികൾ സംഭാവന ചെയ്തു. പിന്നീട് കുട്ടികൾ 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് റോഡ് ഷോയിലൂടെ പിരിച്ച് തരികയുണ്ടായി. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അവരുടെ തനത് ഫണ്ടിൽ നിന്നും സംഭാവന നൽകുന്നതിന് ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മാർച്ച് മാസമാകുമ്പോഴത്തേക്കും നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതം കൂടെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഒരു മാസം ഈ സ്നേഹസ്പർശം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 18-20 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണ്ടി വരും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ കുട്ടികളോടാണ്. കാര്യം ആദ്യം തന്നെ 36 ലക്ഷം രൂപയ്ക്ക് പുറമെ വീണ്ടും 25 ലക്ഷം രൂപ കൂടി, അപ്പം 61 ലക്ഷം രൂപ. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. കാര്യം ഒരു പുതിയ തലമുറ, യുവതലമുറ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. എല്ലാം ഒന്നിച്ചിറങ്ങിക്കൊണ്ട് മാത്രമേ നമുക്കിത് വിജയിപ്പിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. അത് ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ വിദ്യാർത്ഥികളെ തന്നെ ഞങ്ങൾ സമീപിക്കുകയാണ്. ഈ ജനുവരി 30-ന് അവരുടെ ഒരു ദിവസത്തെ അവർ മിഠായി വാങ്ങാൻ വേണ്ടി നീക്കി വയ്ക്കുന്ന പണം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ നീക്കി വയ്ക്കുക, അത് സ്നേഹസ്പർശത്തിന് തരിക. ഇതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. നമ്മുടെ കൂട്ടായ്മയും ഉദാരതയുമാണ് സ്നേഹസ്പർശത്തിൻ്റെ കരുത്ത്.